നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ലോൺ എടുത്തത് ആരും അറിയാതിരിക്കാൻ വേണ്ടിയാ കമ്പനി അഡ്രസ് കൊടുത്തത്. അതാ അബദ്ധമായത്. ആ 10 ലക്ഷം രൂപ ഞാൻ എന്ത് ചെയ്തു എന്ന് ഡാഡി ചോദിക്കും. ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ഡാഡി സമ്മതിക്കേയില്ല. ഡാഡി എന്നെ കൊണ്ടത് പറയിപ്പിക്കും. ആ ക്യാഷ് ഞാൻ പാർവതിക്ക് കൊടുത്തു എന്നറിഞ്ഞാൽ ഡാഡി പിന്നെ ഒരിക്കലും ക്ഷമിക്കില്ല. മമ്മി എന്നോട് വഴക്കിന് വരും. എന്താ ഇപ്പൊ ചെയ്യാ? എന്തെങ്കിലും കള്ളം പറഞ്ഞ് എനിക്ക് ഡാഡിയെ വിശ്വസിപ്പിക്കാൻ കഴിയും. പക്ഷേ പാർവതിക്ക് ഞാൻ പണം കൊടുത്ത കാര്യം പ്രിയൻ പാർവതിയോട് പറഞ്ഞില്ലെങ്കിലും മോഹനോടും ജയന്തിയോടൊക്കെ പറയാൻ സാധ്യതയുണ്ട്. ഒടുവിൽ അത് ഡാഡിയുടെ കാതിലെത്തിയാലോ? ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് ഡാഡിക്ക് മനസ്സിലായാൽ ഡാഡിക്ക് എന്നോടുള്ള ദേഷ്യം അധികവും. പാർവതിയെ ഞാൻ പണം കൊടുത്ത് സഹായിച്ചത് മോഹനോ മറ്റാരും അറിയാൻ പാടില്ലെന്ന് പ്രിയനെ വിളിച്ച് പറയാം. അതാ നല്ലത്. അയ്യോ, കൈലാഷ് സാറാണല്ലോ. ഞാൻ ജോലി രാജിവെച്ചത് അറിഞ്ഞിട്ട് വിളിക്കുന്നതായിരിക്കും. ആരോട് ചോദിച്ചിട്ടാണ് ജോലി വിട്ടു പോയെന്ന് കൈലാഷ് സാർ ചോദിച്ച ഞാൻ എന്താ ഇപ്പൊ പറയാ? വീണ്ടും ജോലിക്ക് വരണമെന്ന് കൈലാഷ് സാർ നിർബന്ധിച്ച ഇനി ആ കമ്പനിയിലേക്ക് ഞാനില്ലെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. കോൾ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പ്രിയൻ എന്താ കോൾ എടുക്കാത്തത്? പ്രിയൻ കട്ട് ചെയ്തല്ലോ. ചിലപ്പോ ബൈക്ക് ഓടിക്കായിരിക്കും. എന്തായാലും ഓഫീസിലെത്തിയിട്ട് നേരിട്ട് കാണാം. നിന്നെ വഴക്ക് പറയാൻ വേണ്ടിയായിരുന്നോ പ്രിയൻ ഞങ്ങളെ അവിടെ നിന്ന് പറഞ്ഞയച്ചത്? നീ ഒരു ശല്യമാണെന്ന് അവൻ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞെന്നോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ജയന്തി ചേച്ചി. പ്രിയൻചേട്ടനോട് വഴക്കിന് പോകുന്നവരോട് പോലും പ്രിയൻചേട്ടൻ നല്ല രീതിയിലാണ് പെരുമാറുന്നത്. ഞാൻ പ്രിയൻചേട്ടനോട് വഴക്കിട്ട് നടന്ന കാലം പോലും പ്രിയൻചേട്ടൻ എന്നോട് നല്ല രീതിയിലാണ് പെരുമാറിയിരുന്നത്. പ്രിയൻചേട്ടന്റെ ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. പ്രിയൻചേട്ടനെ വഴക്ക് പറയാനോ ഉപദേശിക്കാനോ ഒന്നും അല്ലല്ലോ ഞാൻ പോയത്. കമ്പനിയിൽ തിരിച്ചു വരണമെന്ന് പറയാനല്ലേ. അത് പ്രിയൻചേട്ടനോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ. പ്രിയൻചേട്ടന് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുമുണ്ട്. എന്നിട്ടും പ്രിയൻചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞെങ്കിൽ അതൊന്നും മനസ്സിൽ തട്ടി പറഞ്ഞതല്ല. പ്രിയൻചേട്ടൻ എന്നോട് ദേഷ്യമല്ല, പക്ഷെ എന്നെ അകറ്റി നിർത്താനാ പ്രിയൻചേട്ടൻ ശ്രമിക്കുന്നത്. അതിന് എന്തോ ഒരു കാരണമുണ്ട്. എന്ത് കാരണം? എനിക്കറിയില്ല സൗന്ദര്യ. ആ കാരണം എനിക്കും അറിയേണ്ടത്. നിനക്ക് വെറുതെ തോന്നുന്നതാവും. നിന്നെ അകറ്റി നിർത്തിയിട്ട് പ്രിയൻചേട്ടൻ എന്താ നേട്ടം? എന്റെ തോന്നലൊന്നും അല്ല. എന്നിൽ നിന്നും അകന്നു നിൽക്കാൻ വേണ്ടി തന്നെയാ പ്രിയൻചേട്ടൻ ഈ ജോലി രാജിവെച്ചത്. നീ ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലിക്ക് പോകാൻ വേണ്ടിയാണ് ജോലി രാജിവെച്ചത്. അനിയത്തിയുടെ കല്യാണത്തിന് പണം സമ്പാദിക്കാൻ വേണ്ടിയാണ് ജോലി രാജിവെച്ചത് എന്നൊക്കെ പ്രിയം പറഞ്ഞില്ലേ? അതൊക്കെ പ്രിയം കള്ളം പറഞ്ഞതാ.
അതൊന്നും അല്ലായിരിക്കും കാരണം. ആഹാ, ജോലി സമയത്ത് പുരാണം പറഞ്ഞോണ്ട് നിന്നാലേ കരിനാഗം വർക്കൊന്നും നിങ്ങൾക്ക് അറിയില്ലേ? ആരൊക്കെ ഉഴപ്പുന്നുണ്ടെന്ന് വാച്ച് ചെയ്യാനാ അയാൾ നിശ ചേച്ചിയെ പ്രൊമോഷൻ കൊടുത്ത് നിർത്തിയിരിക്കുന്നത്. എന്തിനാ അയാളുടെ വായിലിരിക്കുന്നത് കേൾക്കുന്നത്? പോയി ജോലി ചെയ്യും. ഞങ്ങള് പുരാണം പറഞ്ഞോണ്ട് നിൽക്കുവല്ല. ഇന്നലെ ഞങ്ങള് പ്രിയനെ കാണാൻ പോയില്ലേ? ഇവളോട് വളരെ മോശമായിട്ടാ പ്രിയ സംസാരിച്ചത്. ആ വിഷമത്തിലാ ഇവള്. ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. അവനെ കാണാൻ പോണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ? നിങ്ങൾ കേട്ടില്ലല്ലോ. ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. വഴക്ക് പറഞ്ഞോട്ടെ, ഇനിയും വഴക്ക് പറഞ്ഞോട്ടെ, ഞാനത് കേട്ടു നിന്നോളാം, ഞാൻ സഹിച്ചോളാം. പക്ഷെ ഇതൊന്നും പ്രിയൻചേട്ടൻ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നൊന്നുമല്ല. അതിനൊരു കാരണമുണ്ട്. എന്റെയും പ്രിയൻചേട്ടന്റെയും ഇടയിൽ ആരോ ഒരാളുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അയാൾ പറഞ്ഞിട്ടോ അയാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയോ ആണ് പ്രിയൻചേട്ടൻ എന്നോട് അങ്ങനെയൊക്കെ പെരുമാറുന്നത്. നിനക്കും പ്രിയൻചേട്ടന്റെ ഇടയിൽ ഒരു മൂന്നാമനോ? അതാര്? എനിക്കറിയില്ല. എന്റെ ഒരു തോന്നലാ ഞാൻ പറഞ്ഞത്. ഈ പ്രശ്നം തീർക്കാനുള്ള വഴി എനിക്കറിയാം. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ കൈലാഷ് സാറിന് കഴിയല്ലോ. ഓ, കൈലാഷ് സാറിനോട് പറഞ്ഞാൽ കൈലാഷ് സാറ് പ്രിയൻചേട്ടനെ വിളിച്ചു വരുത്തി സംസാരിക്കും. പ്രിയൻചേട്ടന്റെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുകയും ചെയ്യും. കൈലാഷ് സാർ തന്നെയാ പ്രശ്നം. പ്രശ്നം കൈലാഷ് സാറാണെന്നോ? മോഹൻ, എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? കൈലാഷ് സാർ എന്താ ചെയ്തേ? അത് ഞാൻ ഉദ്ദേശിച്ചത് മുക്താ മേഡത്തിന്റെ കയ്യിലല്ലേ പ്രിയൻ രാജിക്കത്ത് കൊടുത്തത്. അതെന്തുകൊണ്ടാ? കൈലാഷ് സാറിനെ പ്രൊഡക്ഷന്റെ ചുമതലയിൽ നിന്ന് മാറ്റിയതുകൊണ്ട് അല്ലേ? കൈലാഷ് സാറിന് ഇപ്പോഴും പ്രൊഡക്ഷന്റെ ചുമതല ഉണ്ടായിരുന്നെങ്കിൽ പ്രിയൻ കൈലാഷ് സാറിന്റെ കയ്യിലല്ലേ രാജിക്കത്ത് കൊടുക്കുക? കൈലാഷ് സാറ് അത് സ്വീകരിക്കുവോ? കൈലാഷ് സാറ് ഈ കമ്പനി ശരിയായ രീതിയിൽ നോക്കി നടത്താത്തതാണ് പ്രശ്നമായത്. അല്ല, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. എന്നാലും കൈലാഷ് സാറ് ഈ കമ്പനിയുടെ MD തന്നെയല്ലേ? പ്രിയൻചേട്ടൻ രാജിവെച്ചതറിഞ്ഞ കൈലാഷ് സാറ് പ്രിയൻചേട്ടനെ തിരിച്ചു വിളിക്കും. ഞാനത് കൈലാഷ് സാറിനെ അറിയിക്കാൻ പോവാ. കൈലാഷ് സാറിന്റെ ക്യാബിന്റെ ഭാഗത്ത് പോലും നിനക്ക് പോകാൻ കഴിയില്ല. TKR സാറോ മുക്താ മേഡോ അരവിന്ദ് സാറോ അറിഞ്ഞ നിന്നെ അടിച്ചോടിക്കും. ഞാൻ എങ്ങനെയെങ്കിലും കൈലാഷ് സാറിനെ ഇത് അറിയിക്കും. നിങ്ങളിങ്ങ് വാ. നീര ഇവളെന്തിനാ ഇപ്പൊ വിളിക്കുന്നത്?